ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ റോസ് ലവേഴ്സും. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിലേക്ക് വെക്കാൻ പറ്റിയ കുറച്ച് പ്ലാന്റ്സ്, അതായത് ഒരു 20 പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കൊത്തുമഞ്ഞ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. നല്ല ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. പിന്നെ നമ്മുടെ ചെറിയ പ്ലാന്റ്സ് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്ന് ബുഷാവും. അന്നേരമാണ് നമുക്ക് ഇതുപോലെ പൂക്കൾ കിട്ടുക. പിന്നെയുള്ളത് ബട്ടർഫ്ലൈ റോസാണ്. നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. നിറയെ ഇതൊരു ക്ലൈംബർ അല്ല, പക്ഷെ നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും. ഡബിൾ പെറ്റിലാണ് കേട്ടോ വരുന്നത്. 2 അടുക്കാണ് പൂക്കൾ വരുന്നത്. വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് പൂക്കൾ വരുന്നത്. തനി നാടൻ റോസാണ് എലിസബത്ത് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ നാഗർകോയിൽ പിങ്ക് എന്നുകൂടെ ഈ ഒരു റോസിന് അറിയപ്പെടുന്നുണ്ട്. നല്ലൊരു വെറൈറ്റിയാണ്, അടിപൊളി പ്ലാന്റാണ് കാണാനായിട്ട്. മിനിയേച്ചർ പനിനീർ റോസ് എന്നും പറയാറുണ്ട്. അപ്പോൾ എലിസബത്ത് എന്നാണ് ഐഡി വരുന്നത്. ഇതും നമ്മുടെ ഗാർഡനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പൂക്കളുണ്ടാവും. ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന പ്ലാന്റ്സുകൾക്ക് നമ്മുടെ അധിക പരിചരണങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു പ്ലാന്റാണ്. പിന്നെയുള്ളത് ഈ ഒരു സിംഗിൾ പെറ്റൽ ബട്ടർഫ്ലൈ റോസാണ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതൊരു ക്ലൈംബറാണ്, നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അടിപൊളി ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സിംഗിൾ പെറ്റലാണ് വരുന്നത്. ക്ലൈംബർ വെറൈറ്റിയാണ്. പിങ്കും ഒരു മജന്തയും യെല്ലോയും വൈറ്റും എല്ലാം കൂടെ മിക്സഡ് ആണ്. പിന്നെയുള്ളത് സമ്മർ സ്നോ പ്ലാന്റ് ആണ് കേട്ടോ. സമ്മർ സ്നോ റോസാണ്. ഇതിനെക്കുറിച്ചിട്ട് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്ലാന്റ്സ് കയ്യിലുള്ളവർക്ക് അറിയായിരിക്കും എത്രമാത്രം പൂക്കളാണ് ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടുക എന്നുള്ളത്. കണ്ടില്ലേ, കൊലയായിട്ട് തന്നെയാണ് ഈ ഒരു പ്ലാന്റും ഫ്ലവറിങ് ആവുന്നത് കേട്ടോ. നല്ല അടുക്ക് ഇതളുകളാണ്, നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭംഗിയാണ്. അതുപോലെ നമ്മുടെ സ്വന്തം യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ. ഇതൊക്കെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. നമ്മുടെ നാടൻ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനകത്ത് കാണിക്കുന്നതിൽ കൂടുതലും നാടൻ പ്ലാന്റുകളാണ്. മഞ്ഞ മിനിയേച്ചർ ഒരു 2 പ്ലാന്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞയും വെള്ളയും കോമ്പിനേഷനിൽ നമ്മുടെ ഗാർഡനിൽ മനോഹരമായിട്ട് നിൽക്കും. പിന്നെയുള്ളത് അനേഡുപ്പേരിയാണ്. ഇതൊരു ക്ലൈംബർ വെറൈറ്റിയാണ്. കുറച്ച് എക്സ്പെൻസീവായ റോസാണ്. വളരെ റെയറായിട്ട് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ അനേഡുപ്പേരി എന്ന് പറയുന്നത്. ഇതൊരു ക്രേപ്പറാണ്. ഇത് നല്ല യെല്ലോ കളറും നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത്. ബഡ് ചെയ്ത പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്. അനേഡുപ്പേരി എന്നാണ് ഐഡി വരുന്നത്. അനേഡുപ്പേരി അറിയാത്തവർ വളരെ കുറവായിരിക്കും. പിന്നെയുള്ളത് സുലോഹി എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഡബിൾ പെറ്റൽ ക്രേപ്പർ. ഇതൊരു ക്രേപ്പർ വെറൈറ്റിയാണ്. ബഞ്ചായിട്ട് തന്നെ പൂക്കളുണ്ടാവും. അത്യാവശ്യം ഒരു 5-6 പൂക്കൾ ഒരു ബ്രാഞ്ചിൽ ഉണ്ടാവുകയും ചെയ്യും. നല്ല രസമുള്ള പൂക്കളാണ് കേട്ടോ. ഒരു മജന്തയും പിങ്കും യെല്ലോയും കൂടെ കോമ്പിനേഷനിൽ വരുന്നതാണ്. നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡിലും പൂക്കൾ വിരിയാറുണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരേ പ്ലാന്റിൽ തന്നെ 2-3 ടൈപ്പിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. സുലോഹി എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. നല്ലൊരു പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മുള്ളില്ലാത്ത ഓർക്കിഡ് റോസാണ്. ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. കൊലയായിട്ട് തന്നെ പൂക്കളുണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മുള്ളുകളും ഇല്ല. പിന്നെയുള്ളത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. ഇതാണ് മാർഗോ കോസ്റ്റർ ഓറഞ്ച്. നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. കൊലയായിട്ട് ഇങ്ങനെ പൂമുട്ട് പോലെ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടുത്ത റോസ് ഓറഞ്ച് മിനിയേച്ചർ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറീന റോസ് എന്നാണ് ഐഡി വരുന്നത്. ഇതും നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഓറഞ്ച് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു കളർ ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ വരുന്നത്. അടുത്ത് മജോറി ഫെയർ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റി ബട്ടർഫ്ലൈ റോസ്, മജന്ത ബട്ടർഫ്ലൈ എന്നും ഇതിനൊരു പേരുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളുണ്ടാവുക. സിംഗിൾ പെറ്റലാണ്. ഒരുപാട് ഇതളുകളൊന്നുമില്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് റോസാണെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അങ്ങനെയുള്ളൊരു ഫ്ലവറിങ് പാറ്റേണും ലീഫ്സും ഒക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. മജോറോ ഫെയർ എന്നാണ് ഇതിൻ്റെ ഒരു ഐഡി വന്നിട്ട്. അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ്. ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ളൊരു റോസ് വെറൈറ്റിയാണ് ആപ്രിക്കോട്ട്. നല്ല രസമാണ്. ഒരു ആപ്രിക്കോട്ട്, അതിനകത്തൊരു ചെങ്കല്ലിൻ്റെ നിറമാണ് കേട്ടോ ഈ ഒരു റോസിന്. പിന്നെ കാണാനും വളരെ മനോഹരമാണ് ഈ ഒരു റോസ് വെറൈറ്റി. അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെത് വരുന്നത്. അടുത്തതായിട്ട് സമ്മർ സ്നോയുടെ ക്ലൈംബറാണ് കേട്ടോ. ഇത് നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാനും അതിൽ പടർത്താനും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ഒരു ക്ലൈംബർ വെറൈറ്റിയാണ്. സമ്മർ സ്നോയുടെ തന്നെ സെയിം ക്ലൈംബറാണ്. കൊലയായിട്ട് പൂക്കളുണ്ടാവും. നമ്മുടെ വൈറ്റ് ക്രീപ്പർ അറിയില്ലേ, അതുപോലെ തന്നെ ബഞ്ചായിട്ട് കൊലയായിട്ട് പൂക്കളുണ്ടാവുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് സമ്മർ സ്നോ ക്ലൈംബർ. അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റോസാണ്.
പിങ്ക് ഫ്ലെയിം ബോയാണ്ടെന്നൊരു ഐഡിയ കൂടെ വരുന്നുണ്ട്. പിങ്ക് ബട്ടൺ റോസ് കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവും. കുഞ്ഞു കുഞ്ഞ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അടിപൊളി തന്നെയാണ് കാണാനായിട്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. വയലറ്റ് ഷെയ്ഡിലാണ് ഇതിൽ പൂക്കളുണ്ടാവുക. വയലറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർക്ക് മേടിച്ച് വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഴ്സറികളിൽ പോകുമ്പോഴായാലും ഈ ഒരു റോസ് വെറൈറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാണ്ട് മേടിക്കുക കേട്ടോ. പിന്നെയുള്ളത് ഐസ് ലവ് ക്രീപ്പറാണ്. ഇതും ഒരു സ്പെഷ്യൽ വെറൈറ്റി തന്നെയാണ്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. കണ്ട് എന്ത് രസമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത്. ഇതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഇത് വന്നിട്ട് കമ്മൽ റോസ് അല്ലാന്നുണ്ടെങ്കിൽ പിങ്ക് കമ്മലല്ലാന്നുണ്ടെങ്കിൽ ഗല്ലിക്ക റോസ് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റ പൂക്കളാണ് വരുന്നത്. പക്ഷേ പ്ലാന്റ് നിറയെ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. ഗല്ലിക്ക എന്നാണ് ഐഡിയ വരുന്നത്. അടിപൊളി വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നമ്മുടെ റോസ് ഏകദേശം 18-19 വെറൈറ്റി നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടു. അടുത്തതായിട്ട് വരുന്നത് ഓറഞ്ച്, വൈബ്രൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. നാടൻ ഓറഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഒരു ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ചില സമയത്ത് പീച്ച് ഓറഞ്ച് ഷെയ്ഡിലും ഇത് പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ്. പിന്നെയുള്ളത് കാശ്മീരി റോസ്. ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മജന്ത കളറിലാണ് പൂക്കൾ വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുന്ന നാടൻ കാരിഷ്മ റോസാണ്. നിങ്ങൾ നഴ്സറികളിലൊക്കെ പോകുമ്പോഴായാലും നിങ്ങൾ വേറെ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതായാലും ഇതിൽ പറയുന്ന റോസുകൾ നിങ്ങൾ കളക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും പൂക്കൾ തരാതെ നിങ്ങളെ പറ്റിക്കത്തില്ല എന്തായാലും കേട്ടോ. താങ്ക്